ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സപ്പോർട്ടേഴ്സിനും സ്വാഗതം. ഇപ്പൊ ഇത് കാണുമ്പോ തന്നെ അറിയാലോ. പ്ലം കേക്ക്. അതെ, അല്ലല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് കാണുമ്പോ അറിയാലോ നമ്മള് പ്ലം കേക്ക് അല്ല, സാധാരണ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ചലഞ്ച് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ക്രിസ്മസ് ടൈം അല്ലേ, ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനും റിച്ചുവും അതുപോലെ തന്നെ ഫിക്കറും കൂടെ ചെയ്തിട്ടുണ്ട്. ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് ഇക്കാക ഇല്ലാത്തോണ്ടാണ്, ഇക്കാക അതിൽ ഉൾപ്പെടുത്തിയില്ല ഞങ്ങൾ, അതുകൊണ്ടാണ്. അതില് കൊറേ പേര് കണ്ടിട്ട് കമന്റ്സ് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി നല്ല ഭംഗിയായി, നീല കളർ ഇച്ചിരി അല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ അതില് കൊറേ പേര് കണ്ടിട്ട് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടത് ഏതാന്നുള്ള കളറൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മള് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ മുമ്പത്തെ ലൈക്ക് നമ്മുടെ പേജ് എടുത്ത് നോക്കിയാലും വീഡിയോസ് കാണാം. അപ്പൊ ആ വീഡിയോക്ക് ഒന്ന് കാണാം. ഇതിപ്പോ നമ്മളെ വേറൊരു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചലഞ്ചാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. കാണുമ്പോ തന്നെ അറിയാം ഇതൊരു പ്ലം കേക്ക് ചലഞ്ച് ആണ്. പക്ഷെ ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, എന്തായിരിക്കും വ്യത്യാസം? അല്ല, അങ്ങനെ പെട്ടെന്ന് കൈ കൊണ്ടങ്ങ് തിന്ന് തീർക്കാനാണെങ്കിൽ എല്ലാവർക്കും പറ്റും. അത് നമ്മളൊരു സംഭവം തരുമ്പോ നിങ്ങൾക്ക് അത്ര ഈസി വേണമെങ്കിൽ അത്രേ ഉള്ളൂ. കൈ യൂസ് ചെയ്യാണ്ട് വാ കൊണ്ട് മാത്രം തിന്നുക. വെള്ളമൊന്നുമില്ല. അപ്പൊ അതനുസരിച്ച് നിങ്ങള് ബ്രേക്ക് എടുക്കേണ്ടടുത്ത് ബ്രേക്ക് ഒക്കെ എടുത്ത് പതുക്കെ തിന്നു. ഇല്ല, നോക്കിക്കഴിഞ്ഞാൽ അറിയാം കൊറേ കശുവണ്ടി. ഞങ്ങള് ഈ ചലഞ്ച് ചെയ്യുമ്പോ തിന്ന് കാണിച്ചു. ഞങ്ങൾ ഇതിനും വലിയൊരു ചലഞ്ച് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ദീപാവലി സ്പെഷ്യൽ ഞങ്ങളുടെ മറ്റേ മൈസൂർ പാർക്ക് തിന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അത്ര മൈസൂർ പാർക്ക് അല്ലേ, മൈസൂർ പാർക്ക് അതിന്റെ അത്ര ഒന്നും വരില്ല നിങ്ങളുടെ ഈ ചലഞ്ച് ഒന്നും. അതെന്തായിരുന്നു ചിരിച്ചിട്ട്. അപ്പൊ തുടങ്ങാം നമുക്ക്. അപ്പൊ തുടങ്ങാം, കൂടുതൽ ലാഗ് അടിപ്പിക്കണ്ട. 1 2 3 സ്റ്റാർട്ട്. കോൺഫിഡൻസ് നിങ്ങൾ നിന്നോ, ഞാൻ പിന്നെ സ്റ്റാർട്ട് ചെയ്തോളാം. ശരിക്കും നട്ട്സും എല്ലാം കൂടിയിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു കേക്കാണ്. സാധാ ഒരു വേറെ ഒന്നും അല്ലാത്ത പോലെയല്ല. നോക്കിക്കഴിഞ്ഞാൽ നോർമൽ കുറെ കാഷ്യൂസ് ഉണ്ട്, മേളില് കാഷ്യൂസിന്റെ ഇതുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. സാധാരണ എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ വെക്കുമ്പോ ഈ അറ്റത്തിരിക്കുന്ന ആളെ വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിലും ജയിക്കാറുള്ള ആളാണ് പതിവ്. അങ്ങനെയാണ്. ഈ തവണ ഈ പതിവ് തെറ്റിക്കോ ഇല്ലയോ? ലക്ഷണം കണ്ടിട്ട് ഇപ്പൊ അവിടെ തീരുമെന്ന് തോന്നുന്നു. സ്റ്റാർട്ടിങ് അല്ലേ, നോക്കാം. വെള്ളം ഇല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ വായില് അധികം വെക്കണ്ട. വായില് കുറച്ച് വെച്ചിട്ട് വേഗം. പക്ഷെ എന്നാല് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് മാക്സിമം തീർക്കാൻ നോക്കാം. അതാ ഞാൻ പറഞ്ഞേ, അധികം വായിൽ കുത്തി നടക്കാണ്ട് കുറച്ച് സ്പീഡായിട്ട് വയ്ക്കും. അത് നിങ്ങളുടെ നാക്കൊച്ചോ വായ വെച്ചോ പല്ല് വെച്ചോ സാധനം വലിച്ചേരിട്ടാണോ ജയിക്കണം? കൈ കൊണ്ട് പ്ലേറ്റ് ഒഴിക്കാൻ വന്നു. ഒന്നും കഴിച്ചിട്ടില്ല, വേഗം തീരൂലെന്ന് പറഞ്ഞിട്ട് നോക്കിക്ക്. ഇതിന്റെ പകുതി മുക്കാൽ ഇപ്പൊ തന്നെ തീർത്തിട്ടുണ്ട്. എല്ലാരും ഷിജാസ്കാക്കാനെ നോക്കണോട്ടാ. ഓൾറെഡി ഇപ്പൊ തന്നെ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കോമ്പറ്റീഷൻ വീണ പോലെ. ഇതെന്താ ഏകദേശം 3 പേരുടെയും ഓൾമോസ്റ്റ് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലും ഷിജാസ്കാക്കാനെയാണ് കട്ടിയുണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇപ്പത്തെ ഒരു ലെവൽ വെച്ച് അത് കുഴപ്പമില്ല. പറ്റിക്കാക്ക് പറ്റും. ഇത്രയും തിന്നില്ലേ, ഇനി കാക്കാക്ക് പറ്റും. ചാച്ചു ചാച്ചു വെല്ല ഡിസ്ക്വാളിഫൈ ആക്കണ്ടെങ്കിൽ മര്യാദ കഴിച്ചോട്ടോ. ഇനി കൈ വെക്കണ്ട. വായിലേക്ക് പോണ്ടല്ലോ. വേണമെങ്കിൽ കേക്ക് ജസ്റ്റ് നീക്കി വെച്ചരാ. അത് ജസ്റ്റ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാൻ കഴിച്ചു. അത് നമുക്കൊരു ഫേവർ ആവും. ഇതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് വെറുതെ നീക്കണോ? വെച്ചരാന്നാല് അല്ലെങ്കിൽ ഞാൻ ഒരു സഹായം ചെയ്ത് കൊടുത്തപ്പോ തലയിൽ കയറി നിരക്കണം. കിട്ടാണ്ട് പിന്നെ എങ്ങനെ ഇത്ര നിർത്താ തുറക്ക.
കടിച്ചു തിന്നാ. അങ്ങനെ വാശിയേറിയ കേക്ക് തീറ്റ മത്സരം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും വിജയിക്കുന്ന ബിനീഷ് കാക്ക ജയിക്കോ അല്ലെങ്കിൽ ഒരിക്കലും ജയിക്കാത്ത ചാച്ചു ജയിക്കും. അതെ അതെ, വളരെ കോൺഫിഡൻസ് ആയി കളിച്ച് ഞാൻ ജയിക്കും എന്നുള്ള രീതി കളിച്ചിട്ട് തോക്കുന്ന ചാച്ചു ജയിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ഷിജാസ് കാക്ക ജയിക്കുമോ? കുഞ്ഞായത് ആദ്യം വേണ്ട സാധനങ്ങൾ മാത്രം ചുരണ്ടി അതെ, ക്യാഷ് മാത്രം മൊത്തം തീരാറായിട്ടുണ്ട് കാക്കാന്റെ. കേക്ക് അവിടെ നനങ്ങിയിട്ടില്ല. ചാച്ചുന്റെ അനങ്ങിയിട്ടിൽ ഇത്രയും കട്ടി കിടക്കുന്നുണ്ട്. കളിന്നൊക്കെ പറഞ്ഞ പോലെ ചാച്ചുന് വേണമെങ്കിൽ കസേരിച്ചൂടി നീക്കിക്കോ. ഒരുമാതിരി പിള്ളേര് ബാക്ക് പോലെ. തന്നോ കാക്കയുടെ പ്ലേറ്റ് ഇങ്ങനെ കറക്കി വെച്ച് കൊടുത്താൽ മതി. താങ്കളുടെ മുഖം താങ്കളുടെ മുഖം അങ്ങനെ തന്നെയാണ്. എല്ലാത്തിനും അപ്പുറം നോക്കി ചിരിക്കണ്. മൂന്നിനും ഇതിന് കുറച്ചുള്ളൂ. അത്യാവശ്യം താടിയുണ്ട്. ഇക്കാക്ക എന്താണ് മിണ്ടാത്ത? പറ്റും. ഷിജാസ് കാക്കേ പറ്റുള്ളൂ. എനിക്കാക്ക ചാച്ചുനെ കൊണ്ട് പറ്റൂല തോന്നുന്നു. ഷിജാസ് ഖാനെ കൊണ്ട് പറ്റൂ. എന്നിട്ട് പോലും ചാച്ചു മൈൻഡ് ഓൺ ബിസിനസ്. ഇക്കാക്ക കഴിക്കാൻ നോക്കിക്കാക്ക മറ്റുള്ളവരെ കാര്യം നോക്കിയാണ്. എനിക്ക് ശരിക്കും പറയാൻ പറ്റണില്ല. ഇക്കാക്ക അങ്ങനെ തോറ്റു കൊടുക്കരുത്. കാരണം ഇക്കാക്കാന്റെ ആണ് കുറച്ചെങ്കിലും തിന്ന് തീർന്നേക്കില്ല. ഇപ്പൊ നോക്കണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ പറയല്ലേ. കഴിക്ക്. കൈ വെച്ച് തൊട്ടാ പിന്നെ കളിക്കണ്ട ഗെയിം. അപ്പോൾ കൈ വെച്ച് തൊടും. ഷിജാസ് കാക്കാന്റെ അടിപൊളിയാണ് കേട്ടാ. നോക്കിക്കേ, ഓൾമോസ്റ്റ് തീരാറായി കാക്കാന്റെ. സെയിം ലെവലൊക്കെ തന്നെയാ. അതെ, കാക്ക അടിച്ച് പരത്തി മറ്റേ പ്ലേറ്റിൽ ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് കാക്കയുടെ കുറച്ച് ഇതായിട്ടിരിക്കണ. അത് കാക്ക ഒന്ന് അടിച്ചു പരത്തി. ആ ഒരു ഇത് വ്യത്യാസം മാത്രമേ ഉള്ളൂ. എനിക്ക് ഇവരിങ്ങനെ കഴിക്കണിട്ട് ഇവരോട് ഒരു സഹതാപം പോലും എനിക്ക് തോന്നണില്ല. അവിടെ ഒന്ന് സൂം ചെയ്യ്. എന്താണിത്? ഇന്ന് കാക്ക ആ ടെക്നിക്ക് ഉപയോഗിക്ക്. വിനീഷ് കാക്ക പിന്നെ അത് തീരാറായിട്ടാ. ഷിജാസ് കാക്ക ഞങ്ങ പോയിക്കോട്ടെ ചാച്ചു. കമന്ററി പറയാൻ ഞങ്ങ വേണ്ടല്ലോ. സിദ്ധാസ് കാക്ക ഇത്രയും കാക്ക പറ്റും. ഒരു വലിയ പീസ് വായിലേക്ക് ഇടാം. ഒന്നില്ലെങ്കിൽ ഇവര് രണ്ടുപേരും ഫസ്റ്റ് ആവട്ടെ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരാള്. ഛർദിക്കാവനുണ്ടാ? കവള് വേരെടുക്കണോ? ഛർദിക്കാവനുണ്ടല്ലേ? എന്നാ പയ്യെ തിന്നാ മതി. ഇനിയിപ്പൊ എടുക്കണ്ട. എനിക്ക് എന്നെ ഓർമ്മ ഷിജാസ് കാക്കൻ്റെ പാവൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമ്മന്റെ സാധനം കഴിച്ചിട്ട് ഇതേപോലെ. സത്യം പറ ഇത് കണ്ടിട്ടില്ലേ ഒന്നും തോന്നുന്നില്ല നമുക്ക്. കാരണം നമ്മൾ ഓൾറെഡി ആ മൈസൂർ പാക്കിന്റെ ഒരു മൈസൂർ പോയതാ പാർക്കിൽ. പറ്റും. എന്ത് കുറവുണ്ട്? കാക്ക ഒന്നും കൂടി വീർത്ത് കാക്ക. ഇതെന്താണിത്? എല്ലാരും അങ്ങോട്ടും ശ്രദ്ധിക്ക്. അയ്യോ, ഇനി നിങ്ങൾക്കധികം കഷ്ടപ്പെടേണ്ടി വരൂല. സീഡി ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇത് നമ്മൾ വെക്കണ ചലഞ്ചിലും ജയിക്കണ ആരാണ്? ആ പതിവ് തെറ്റിക്കോ ഇല്ലയെന്നൊക്കെ അറിയില്ല. എന്നാ പതിവ് തെറ്റിച്ചില്ല. അതുമല്ല, ഏതൊരു ഗെയിം അതിന്റേതായ സ്പിരിറ്റിൽ എടുക്കാൻ ഈ മനുഷ്യർക്ക് നല്ലോണം അറിയാം. അതായത് അല്ലാണ്ട് ഇതേപോലെ ഇങ്ങനെ ഇരുന്നിട്ട്
ഇങ്ങനെ ലാ 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 അല്ല. സ്പിരിറ്റ് ഒന്നല്ല വീട്ടിൽ നിന്ന് അവിടുത്തെ പട്ടികളൊക്കെ അല്ലേ ശ്ശെന്റെ മോൻ. കൊള്ളാം സമ്മതിക്കണം. അയ്യോ തിന്നീർന്നിട്ടില്ല കാരണം വായിലുണ്ട്. വായിലെ കഴിച്ചു കഴിഞ്ഞാലാണ് ഇത് നമ്മള് ശരിക്കും വായില കഴിച്ചു കഴിഞ്ഞ ഇവിടെ തീർന്നല്ലോ. വായിലും കൂടി കഴിച്ചു കഴിഞ്ഞാൽ വായിലേയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടാസ്ക് അല്ലെങ്കിൽ ചലഞ്ച്. ചലഞ്ച് വെക്കാം. അപ്പൊ ഞാൻ വേണമെങ്കിൽ അതെ അടുത്ത പ്രാവശ്യം മന്തി ചലഞ്ച് വെക്കും. അതില് ആരൊക്കെയാണ് ചെയ്യണമെന്ന് അറിയോ? ഞാൻ, റിച്ചു, ഫിക്രു. നിങ്ങളൊന്നും ആ ചലഞ്ചിലില്ല കേട്ടാ. അങ്ങനത്തെ ചലഞ്ച് വെച്ചാൽ ഞങ്ങളായിരിക്കും ചെയ്യണത്. ഇതില് നമുക്ക് ഒരെണ്ണം ഇപ്പൊ പ്രഖ്യാപിക്കാം ആരാണ് ഔട്ടായേക്കുന്നുള്ളത്. അതെ, മിസ്റ്റർ ഷാസ്. അതെ. ഷഹാസ് എല്ലാത്തിലും തോൽവികളാണ് ഏറ്റുവാങ്ങുന്നത്. കണ്ടോ ഞാനിവർക്ക് വേണ്ടി വച്ചതാണിത്. ഷഹാസ് എവിടെയുണ്ടോ അവിടെ തോൽവിയുണ്ട്. ഏറ്റവും വലിയ തോൽവിയാണത്. കൊറേ നേരം കേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ നോക്കിയപ്പോ അയ്യോടാ കണ്ടിട്ടേ അച്ചോടാ എന്താ ഒരു സ്നേഹം. ഡ്രോപ്പ് ചെയ്യണ്ട. ഓൾറെഡി സെക്കൻഡ് ആയി. തേർഡ് തേറ്റ് തേറ്റ് മൈസൂർ പാർക്ക് മൈസൂർ പാർക്ക് കാണണ്ടേ. അങ്ങനെ തോൽവികൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഷഹാസ്. ശരിക്കും പറഞ്ഞാല് ഷഹാസ് തേടില് തേറ്റു. ഫുള്ള് കഴിച്ചു കഴിഞ്ഞോണ്ട് കക്കൊക്കെ നല്ല വെള്ളം കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം കുടിക്കണതല്ലേ ഇവര് കാണണം. അതാണ് അല്ലേ. ഞങ്ങള് തുടങ്ങിയപ്പോ വിചാരിച്ചു ഇക്കാക്ക ജയിക്കോളൂ. ഞങ്ങൾ തുടങ്ങിയപ്പോ വിചാരിച്ചു ഇക്കാക്ക ജയിക്കോളൂ എന്നാണ് കേട്ടാ. കാരണം വെച്ചാല് എനിക്ക് പറ്റാണ്ടായി. ആ ഇക്കാക്കയുടെ ഫേസ് ഒക്കെ ആകെ മാറി. ഇക്കാക്ക വീഡിയോയില് കാണാൻ ഛർദിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇക്കാക്ക. അതുകൊണ്ട് ഇക്കാക്ക പയ്യെ ഒന്ന് ബാക്ക് അടിച്ചതാണ്. ആ ഒരു ഗ്യാപ്പിലാണ് ബിനീഷ് കാക്ക അങ്ങോട്ട് കത്തി കയറിയത്. അത് ഒറ്റ വലിയില് എന്താന്ന് മറ്റേ നമ്മളെ വാക്യൂം ക്ലീനർ ഒക്കെ ഇങ്ങനെ പമ്പ് ചെയ്തെടുക്കൂലേ, അതേപോലെ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ നക്കിയൊക്കെ എടുക്കണ ഫുള്ളായിട്ട്. പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തട്ടോ. തൂത്ത് പഠിച്ചതേ ഒരു പൊടി പോലും ബാക്കി വെച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം, പ്രൈസിന്റെ കാര്യം മാത്രം നമ്മ പറഞ്ഞിട്ടുണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ചുകൂടി വാശിയേറിയാലോ. പൈസ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങൾ. പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്താന്ന് പറഞ്ഞില്ല. പ്രൈസ് പറയണ്ട. എന്താണ് പ്രൈസ്? എന്താണ് പ്രൈസ് നന്ന് നമ്മള് ബിനീഷ് കാക്കാക്ക് കൊടുത്തിട്ട് നമ്മൾ പറയണില്ല. നമ്മൾ കൊടുത്തു പറയണില്ല. നമ്മള് കൊടുത്തിട്ട് ബിനീഷ് ഞങ്ങൾ അത്ര ചില്ലറ കളികളൊന്നും അല്ല കളിക്കാറ് കേട്ടോ. അപ്പൊ ക്രിസ്മസ് എന്താണ് അതിനെ പറയുന്നത്? ക്രിസ്മസ് വിഷു കോടി എന്നൊക്കെ പറയുന്ന പോലെ ക്രിസ്മസ് ബോണസ്. ഇതാണ് നമ്മുടെ ഈ ചലഞ്ചിന്റെ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതാ ഞങ്ങള് പറഞ്ഞത്. ആദ്യമേ കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ ഇരുന്ന് ചെയ്യാൻ പറഞ്ഞതിന്റെ ഇത് മനസ്സിലായി. 500 രൂപയായിരുന്നു നമ്മള് ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുത്തത്. അത് കിട്ടിയിരിക്കുന്നത് ബിനീഷ് കാക്കാണ്. എപ്പോഴും ജയിക്കുന്ന ബിനീഷ് കാക്കാക്ക്. സെക്കൻഡിന് ഒന്നുമില്ല കേട്ടോ ഗൈസ്. ഞങ്ങളിൽ ഫസ്റ്റിന് മാത്രമേ എപ്പോഴും ഞങ്ങൾ എന്തെങ്കിലും കൊടുക്കാറുള്ളൂ. പറഞ്ഞാ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്കാക്ക അധികം വാതുറക്കൂലായിരുന്നു. ഇതിപ്പോ വെറുതെ വാതുറക്കല് മാത്രം ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞാ മതിയായിരുന്നു അല്ലേ. അടുത്ത പ്രാവശ്യം വരുമ്പോ സെല്ലോ ടാപ്പായിട്ട് വനിക്കാടെ വായ ഒട്ടിച്ചേക്കണം. അതെ. അപ്പൊ ഈ ചലഞ്ച് നമുക്ക് സമയമായി. നമുക്ക് എന്താണ് ഈ ചലഞ്ച് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോ ഈ ചലഞ്ച് കണ്ടിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ നിങ്ങൾ താഴെ എന്താ പറയാ ടൈപ്പ് ചെയ്തിടാ. പിന്നെ എന്താ പറയാ എല്ലാവർക്കും നമ്മുടെ ഹാപ്പി ക്രിസ്മസ്. പിന്നെ നമ്മള് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണാ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അത് കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അടിച്ചു പൊട്ടിക്കുക. കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ എന്തായാലും നമുക്കിത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്.